ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അച്ഛനിട്ടേക്കുന്ന നെൽകൃഷിയാണ് കേട്ടോ. ചെറിയൊരു സ്ഥലമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു പാടമല്ല, ഇതൊരു നെയ്യം തുടി എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ നെല്ലിട്ടേക്കുന്നുണ്ട്, ചെറുതായിട്ട് നെല്ല്. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിട്ടായിരുന്നു കേട്ടോ. ഒരു 3 പറ അത്രത്തോളം നെല്ല് കിട്ടി. നമ്മളിവിടെ പറയെടുപ്പുണ്ടല്ലോ ഈ സ്ഥലത്ത്. അപ്പോൾ ആ നെല്ല് തന്നെയാണ് നമ്മൾ കൊടുത്തത്. വന്ന് 2 ദേവിമാർക്കും വീട്ടിൽ വന്നേ. അപ്പോൾ ഇപ്രാവശ്യം നെല്ലിട്ടേക്കുക. പറയെടുപ്പ് സമയം ഏകദേശം മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോഴത്തേനും ഇതൊക്കെ നെല്ലാകും. നെല്ലൊക്കെ നല്ല ഇതുപോലെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വന്നിട്ടൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് പ്രത്യേക തരത്തിലുള്ള നെല്ലാണ് ഇട്ടേക്കുന്നത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആണെന്നൊക്കെ പറയുന്നു. നല്ലവണ്ണം എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുക്കാം അല്ലേ. ഇങ്ങനെയൊക്കെ നെൽകൃഷി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് എൻ്റെ വിചാരം പാടത്ത് മാത്രമേ നെൽകൃഷി ചെയ്യാൻ ഉള്ളതെന്ന് കേട്ടോ. ഇത് പാടമല്ല, ഇത് അപ്പുറത്ത് റോഡാണ്. ഇത് നിരപ്പായ സ്ഥലമാണിത്. എന്നുവെച്ചാൽ പാടം പോലുള്ള സ്ഥലമല്ല, സാധാരണ ഒരു ഇതാണ് കണ്ടോ. തെങ്ങും അതും വാഴക്കൃഷിയും മാവും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ നെൽകൃഷി ചെയ്തേക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയില്ലേ. നെൽകൃഷിയൊക്കെ ഇപ്പം കാണാത്ത പിള്ളേർക്കൊക്കെ കാണാമല്ലോ. ഞാൻ തന്നെ എൻ്റെ കുഞ്ഞിലൊന്നും അങ്ങനെ വലുതായിട്ട് നെൽകൃഷിയൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഒട്ടും കണ്ടിട്ടില്ലായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ഇതിങ്ങനെ കാണിക്കും. ഇത് വിലഞ്ഞ് വെച്ചാൽ നെല്ലൊക്കെ കതിരൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും.